എടാ എന്തെന്നാടാ? എന്താടാ? ഇന്ത്യയിലെ കല്യാണം കഴിഞ്ഞല്ലേ? അതിനെന്താടാ? എന്നിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് കുറുകുന്നു. എടാ, നമ്മൾ രഹസ്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ത്രില്ല. പിന്നെ നീ ഇവളെ ഫോട്ടോ കണ്ട ഞെട്ടു. അതെയാ? എന്നാ ഒന്ന് കാണിക്കാം. ഫോട്ടോ കിട്ടിയിട്ടില്ല, ഇപ്പം കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നീയല്ലേ പറഞ്ഞേ ഫോട്ടോ കണ്ടാ ഞെട്ടുന്ന്? ഈടാ, അത് അവൾ എനിക്ക് അയച്ച മെസ്സേജാ. അവളുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ കെട്ടിയോളടുത്ത് മാത്രമല്ല വീട്ടിൽ പോലും കയറൂലാന്ന്. അപ്പം ഏതായിരിക്കും ഉരുപ്പടി? അങ്ങനെയാണെങ്കിൽ ഹണി റോസിനെ പോലത്തെ ഒരു കിഡിലും ചരക്കായിരിക്കും. കറക്റ്റ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടല്ലോ. പോട് മോനെ പോട്. നീ ഫോട്ടോ കിട്ടിയ പാടി നീ എനക്ക് വന്ന് അയച്ചാ. എനിക്കെന്തിനാ? ഒരു ദർശന സുഖമെങ്കിലും ഞമ്മക്കുണ്ടാടേ. അത് ഞാനത് ദർശിക്കട്ടെ. എന്നിട്ട് ആലോചിക്കുക എനിക്ക് അയക്കണോ വേണ്ടി വന്നു. ഞാൻ പോന്നു. പോട് 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 പോട്. ഹലോ സുജീഷേ, സുമേഷ് ചേട്ടൻ കൂടെ ഉണ്ടാ? ഇല്ലല്ലോ. എന്തേനു? സുമേഷ് ചേട്ടൻ ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല. ഓ, അത് ശരി. ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് വിളിക്കാം. എടാ കള്ള കാമുക, ആ ചരക്കിൻ്റെ അടുത്ത് പോയിക്കുണ്ടാവും അല്ലേ? എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് ഫോട്ടോ അയച്ചു നിൽക്കില്ല. ഹലോ, എടാ കള്ള കാമുക, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ വീട്ടിൽ പോയില്ലടാ. അത് ഞാൻ അറിഞ്ഞു. നീ കാര്യം പറ. നീ എന്താ എനക്ക് അവളുടെ ഫോട്ടോ അയച്ചു തരാത്തെ? അവൾ ഫോട്ടോ അയച്ചു തന്നടാ, കൂടെ ഒരു വോയിസ് മെസ്സേജും. എടാ നാരി, എനക്കോ അയക്കടാ ഫോട്ടോ, ഞാനും ഒന്ന് കാണട്ടെ. ഞാനിപ്പം തന്നെ അയക്കാം. വീട്ടിലേക്ക് വാ, ഞാൻ ശരിയാക്കി തരാം. ഇനി ജന്മം എൻ്റെ വീട്ടിൽ പോകാൻ പറ്റും തോന്നില്ല.